സുഹൃത്തെ, ഇന്ന് നമ്മൾ വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് എവിടെയെന്നല്ലേ, ഞാൻ ഇപ്പോൾ അർജൻറ്റീനയിലാണ്. ആക്ച്വലി എൻ്റെ ഒരു സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഒരു 7 വർഷത്തോളം ഞാൻ അർജൻറ്റീനയിലാണ് സ്പെൻഡ് ചെയ്തത്. അത് ബ്യൂണസ് എയേഴ്സിലായിരുന്നു. ബ്യൂണസ് എയേഴ്സ് എന്ന് പറഞ്ഞാൽ അർജൻറ്റീനയുടെ തലസ്ഥാന നഗരം. നമുക്കറിയാവുന്നതുപോലെ തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, പക്ഷേ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്കിപ്പോൾ പങ്കുവെക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാവുന്ന മെസ്സി, മറഡോണ അവരുടെയൊക്കെ രാജ്യമായിട്ടാണ് നമ്മൾ അർജൻറ്റീന കാണുന്നതല്ലേ. അതുപോലെ തന്നെ ഒത്തിരി വൈവിധ്യമാർന്ന ഒത്തിരി കാര്യങ്ങളുള്ള കൾച്ചറുള്ള ഒരു രാജ്യമാണ്. അതുപോലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു റിവല്യൂഷണറി ഹീറോ നമ്മുടെ ചെഗുവേരയൊക്കെ ജനിച്ച നാടാണിത്. അതുപോലെ അർജൻറ്റീനയിൽ ഞാൻ ഏകദേശം ഒരു 7 വർഷത്തോളം ഞാൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എനിക്കുള്ള കുറേ നല്ല എക്സ്പീരിയൻസാണ് ഞാനിവിടെ പങ്കുവെക്കാൻ പോകുന്നത്. ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ബ്യൂണസ് എയേഴ്സ് തന്നെയാണ്. അതുപോലെ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ. അർജൻറ്റീന കൾച്ചർ വൈസ് ആണെങ്കിലും സാഹിത്യ രംഗങ്ങളിലും വളരെ മുന്നിട്ടൊരു രാഷ്ട്രമാണ്. ഹോർഹെ ലൂയിസ് ബോർഹെസ്, അതുപോലെ തന്നെ ഹൂളിയോ കോർട്ടസാർ എന്നൊക്കെ പറയുന്ന വളരെ വലിയ സാഹിത്യകാരന്മാരൊക്കെ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു വലിയൊരു രാജ്യമാണ്. അതുപോലെ നമുക്ക് അർജൻറ്റീനയിൽ കാണുന്നൊരു പാനീയമുണ്ട്, നമ്മൾ ചായ പോലെയൊക്കെ ഉപയോഗിക്കുന്ന മാത്തേ എന്ന് പറയും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ശരിക്കും പ്രത്യേകം വീഡിയോസ് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് അർജൻറ്റീനയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ അവരുടെ ഒരു വീക്കെൻഡിൽ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. അർജൻറ്റീനക്കാർ വളരെ ഈ വീക്കെൻഡ് ഒരു സെറിമണി പോലെ ആഘോഷിക്കുന്ന ഒരാളുകളാണ്. ശരിക്കും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫുഡൊക്കെ ഉണ്ട്, അസാദോ എന്ന് പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക വൈൻ കൾച്ചറൊക്കെ ഉള്ളൊരു നാടാണത്. നമ്മൾക്ക് വളരെ വ്യത്യസ്തമായ വൈൻസ് ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതെൻ്റെ സുഹൃത്താണ് കേട്ടോ, മിഗേൽ എന്ന് പറയും, മിഗേൽ ഡി ഫ്രാൻസിസ്കോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസാണത്. അദ്ദേഹം വീക്കെൻഡിലൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയറാണ്, ഒരു കൺസ്ട്രക്ടറാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ വൈഫാണിത്, ഇരിസ് എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു മാൻഷനും ഒരു 10-15 ഏക്കറോളം വിസ്തൃതിയിൽ കാണുന്ന ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ഒരു ഫാം ഹൗസാണിത്. വളരെ ബ്യൂട്ടിഫുള്ളി അവർ അത് ക്രാഫ്റ്റഡ് ആയിട്ട് തന്നെ അവർ ചെയ്തേക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒത്തിരി ഫലവൃക്ഷങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അടക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കുറച്ച് വിശദീകരിക്കാം. പക്ഷേ ഈ കാണുന്ന ഈ ഒരു ഓപ്പൺ ഫയർ ഉണ്ടല്ലോ, ഇത് എന്തിനു വേണ്ടിയാണെന്നല്ലേ, ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡുണ്ട്, അസാദോ എന്ന് പറയും. ഈ അസാദോ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ് അർജൻറ്റീനയിൽ. അവരുടെ ഒരു സെറിമോണിയൽ ഫുഡ് എന്ന് തന്നെ പറയാം. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരു രീതിയുടെ ആദ്യ ഭാഗമാണത്. ഇതിനുപയോഗിക്കുന്ന ഒരുതരം എന്താ പറയുക, നമ്മൾ ഈ ഗ്രില്ലെന്ന് പറയില്ലേ നമ്മുടെ നാട്ടിൽ, ഈ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന അത് തന്നെയാണ്. പക്ഷേ അവരത് ഉണ്ടാക്കുന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് അവിടെ കാണിക്കുന്നുണ്ട്. അത്രയും ഒരു ആ ഫുഡിനെ അത്രയും വളരെയധികം പോപ്പുലറാക്കുന്ന ആ ഒരു രീതിയാണത്. കാരണം ഇതുണ്ടാക്കുന്ന ആൾ അയാളെ പറയുന്നത് അസാദോർ എന്നാണ്. ഇതുണ്ടാക്കുന്ന ആൾ, ഇതിൻ്റെ ഒരു ഷെഫ് അല്ലെങ്കിൽ കുക്ക് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് അർജൻറ്റീനയുടെ ഫുഡ് കൾച്ചറിൽ തന്നെ. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഭാഗമായിട്ട് ഈ പറീഷ എന്ന് പറയും, ഈ ഗ്രില്ലിൻ്റെ മുകളിലിട്ടിട്ട് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 വുഡ്സാണ് അതിനുവേണ്ടി അവർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് കെവരാച്ചോ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യൂക്കാലിപ്സിൻ്റെയൊക്കെ ഇത്. കാരണം ഈ വുഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ചാർക്കോളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല നിൽക്കും. പക്ഷേ ഒരു നേറ്റീവ് രീതിയിൽ ഈ അസാദോ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവരുപയോഗിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഈ കെവരാച്ചോ കത്തിച്ചിട്ട് അത് ഞാൻ പറയാം, ഒരു പ്രോസസ്സാണ് ആക്ച്വലി. അപ്പോൾ ഇത് നമുക്ക് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസും അദ്ദേഹത്തിൻ്റെ മാൻഷനും ആ ഒരു ബംഗ്ലാവിന് ചുറ്റുമുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ അർജൻറ്റീന ഒരു അത്ഭുതം തന്നെയാണ് ഈ നാട്. ഇതൊരു വളരെ റിച്ച് കൺട്രി ആയിരുന്നു ആക്ച്വലി. 1800 മുതൽ 1952 വരെയും ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് വളരെ വികസിതമായ ന്യൂയോർക്കിൻ്റെ വികസനമായിരുന്നു അന്നത്തെ. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഇപ്പോൾ കാണുമ്പോഴും അതൊരു യൂറോപ്പ് ആണോ എന്ന് തന്നെ തെറ്റിദ്ധരിച്ചു പോകുന്ന രീതിയിൽ അത്രയും മനോഹരമായിട്ടാണ് ആ ഒരു രാജ്യം. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ഫാം ഹൗസിൽ അവർ കുക്കിങ്ങിനൊക്കെ വേണ്ടിയൊക്കെ കൃഷി ചെയ്തേക്കുന്നതാണ്. ഒത്തിരി സാധനങ്ങൾ, ഒത്തിരി
പലതരം വെജിറ്റബിളുകൾ, പലതരം സ്പൈസസിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃഷി ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതൊക്കെ ഫലവൃക്ഷങ്ങളാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 15 to 20 ഏക്കറിലാണ് അദ്ദേഹം ഈ ഒരു ഫാം ഹൗസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫാമിലി വീക്കെൻഡിൽ വന്ന് ആഘോഷിക്കുന്ന ഒരു 5-6 മക്കളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. അവരെല്ലാവരും വരും. അപ്പോൾ അങ്ങനെ ഇവർ ശരിക്കും ഒരു വീക്കെൻഡ് തുടങ്ങുന്നത് തന്നെ ഒരു 10-11 മണിയാകുമ്പോഴേക്കാണ് ഇവർ എണീറ്റ് പതിയെ അതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെയാണ്. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഈ മിഗയിൽ എൻ്റെ ഒരു ബോസ്സായിരുന്നു അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഫാമിലി പോലെ തന്നെയായിരുന്നു അദ്ദേഹം. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിലാണിത്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു അമ്മൂമ്മ, നമ്മുടെ നാട്ടിൽ അങ്ങനെ നമുക്ക് പറയാം, അവിടുത്തെ ആൻറ്റി, ഞങ്ങൾ ആൻറ്റി എന്നാണ് വിളിച്ചിരുന്നു. അപ്പോൾ ആൻറ്റിയാണ് വീടുകളുടെ ഉള്ളിലുള്ള ഓരോ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് കാണുന്ന വ്യൂസൊക്കെയാണ് ഇത്. അത്ര വളരെ നല്ല ക്യാമറയിലൊന്നും അല്ല ഞാനിത് ഷൂട്ട് ചെയ്തത്. പക്ഷേ ഇത് ഒത്തിരി കാലം മുമ്പ് ഷൂട്ട് ചെയ്തതാണ്. അത് ഇപ്പോഴാണ് എനിക്കത് ഇങ്ങനെ ചെയ്യാനായിട്ട് ഉള്ളൊരു ഇത് കിട്ടിയത്. കാരണം ഇത് ശരിക്കും നമ്മൾക്കറിയാം, ഇത് ഒരു മായൻ കലണ്ടറാണ് കേട്ടോ. മായൻ കലണ്ടർ. കാരണം സൗത്ത് അമേരിക്കയിലാണല്ലോ ഈ മായൻ സംസ്കാരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഈ വീട്, അല്ലെങ്കിൽ നമുക്ക് ഈ അർജൻറ്റീനയെ പറ്റി പറയുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിനെ പറ്റിയും, അല്ലെങ്കിൽ ഇവിടെ എന്താ പറയുക, ഇതൊരു പഴയ സ്പാനിഷ് കോളനി ആയിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ അർജൻറ്റീന ഇന്നത്തെ പോലെ ആയത്. അപ്പോൾ അവരുടെ സംസ്കാരമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് ശരിക്കും. ഒരു കൾച്ചർ വൈസ് ആണെങ്കിലും ഒരു സ്പാനിഷ് ഇറ്റാലിയൻ കൾച്ചർ നമുക്കിവിടെ കാണാം ത്രൂ ഔട്ടായിട്ട്. പിന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫുഡായിട്ടുള്ള അസാദോ, ഈ അസാദോ ഉണ്ടാക്കുന്ന രീതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഇതിനകത്ത് മെയിനായിട്ട്. അപ്പോൾ മിഗേൽ അദ്ദേഹം കനൽ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഗ്രില്ലിൻ്റെ മുകളിൽ, ഈ ഗ്രില്ലിനെ പറഞ്ഞ പറീഷ എന്നാണ്. ഈ പറീഷ ചൂടാക്കാൻ വേണ്ടി തന്നെയാണ് മെയിനായിട്ട് അവർ അതിൻ്റെ മുകളിലിട്ട് തന്നെ അത് കത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം അതൊരു സൈഡിലോട്ട് മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ശരിക്കും. കാരണം നമുക്ക് കുറേ തീ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് ചെയ്യുന്നല്ല, അദ്ദേഹം ചെയ്യുന്നത് ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പോൾ അത് ചൂടായ കനലിൽ ഈ മീറ്റിൻ്റെ പല കട്ടുകളുണ്ട്. നമുക്ക് മീറ്റിൻ്റെ പല കട്ടുകൾ, ഈ അസാദം എന്ന് പറയുന്നത് പല മീറ്റിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ബീഫ്, പോർക്ക്, ചിക്കൻ, അതുപോലെ തന്നെ മട്ടൺ, ലാമ്പ്, അങ്ങനെ. അപ്പോൾ ഇത് ഓരോ കട്ടുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മീറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രവും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രാഷ്ട്രവും കൂടിയാണ്. കാരണം അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇത് പറയാനാണെങ്കിൽ കുറച്ച് പുറകോട്ട് പോകേണ്ടി വരും. 1800 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ സ്പാനിഷ് കോളനികളൊക്കെ ഉള്ള സമയത്ത് തന്നെ കണ്ടമാനം കാറ്റിൽസിനെ ആ രാജ്യത്തോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വളരെയധികം ഫോർമേഷനായ ഒരു കാര്യമാണ് ഈ കാറ്റിൽ. അത് ഗൗച്ചോസ് എന്ന് പറയും. അന്നത്തെ കൗബോയ്സ് അവർ കണ്ടമാനം ഈ പശുക്കൾ, മറ്റു മൃഗങ്ങളെല്ലാം അവിടെ പാംപാസ് എന്ന് പറയുന്ന ഒരു വളരെ ഫെർട്ടൈലായിട്ടുള്ള ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു ലാൻഡിലായിരുന്നു അവർ അതിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് മേയാനായിട്ടുള്ള വളരെ നല്ലൊരു സൗകര്യമുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാറ്റിൽ അവിടെ ഉണ്ടായത്. ഞാനവിടെ ഈ തൊട്ട് മുമ്പിൽ ഒരു കട്ട് കണ്ടില്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ ബീഫൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കറിയില്ല ഏത് കട്ടാണെന്ന്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് ഈ കട്ടുകൾ, അത് ഏത് കട്ട് വേണം എന്നൊക്കെ ഉള്ളത്. അത് ഓരോ ഭാഗങ്ങളുണ്ട്. അതായത് മീറ്റിൻ്റെ ഫോർ എക്സാമ്പിൾ താപ്പാതി അസാദോ, ചൊരീസോ, അതുപോലെ തന്നെ നാൽഗാസ്, അതുപോലെ തന്നെ ബസിയോ, അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി പലതരം സോസേജുകളുണ്ട്. നേറ്റീവ് സോസേജൊക്കെയാണ്. അപ്പോൾ നമ്മളൊരു അസാദോന് പല കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 പേർക്ക് 6 പേർക്കുള്ള ഭക്ഷണം അദ്ദേഹം ഇന്ന് കുക്ക് ചെയ്യണം. അതിനനുസരിച്ച് പലതരം മീറ്റിൻ്റെ അല്ലെങ്കിൽ പോർക്കിൻ്റെ സോസേജ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, ഇത് റിപ്സ് പോർഷനാണ്. അതിനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊസ്തീഷ എന്ന് പറയും. അതുപോലെ തന്നെ ചിൻചുലീനാസ് എന്ന് പറയും. ഇൻറ്റസ്റ്റൈൻ്റെ ചെറിയ പോർഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില ആളുകൾ സോസേജ്, ബ്ലഡിൻ്റെ സോസേജ് ഉണ്ട്. അതിനെ മോർസിഷ എന്നാണ് പറയുന്നത്. ചില ആളുകൾ അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഒരു അസാദം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നതെന്ന് പറയുന്നത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും കെയർഫുള്ളായിട്ടുള്ള കുക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ഒരു അദ്ദേഹം ആ കനലുകൾ വെച്ചു. ആ കനലുകൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല.
വളരെ സ്ലോ പ്രോസസ്സിൽ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ജ്യൂസി ആൻഡ് ടെൻഡർ, ഒരു മാർബിൾ രീതിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. കാരണം അത് പാരമ്പര്യമായിട്ട് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. അത് അത്ര എളുപ്പമല്ല. അത് ഇച്ചിരി ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് കത്തിപ്പോവും, അല്ലെങ്കിൽ അതിൻ്റെ രുചിയിലുള്ള വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതൊന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ അദ്ദേഹം വളരെ കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം അത് കറക്റ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അർജൻറ്റീനക്കാർ എന്താ പറയുക, ഇദ്ദേഹത്തിനൊരു അതായത് ഈ കുക്ക് ചെയ്യുന്ന ആൾ, അദ്ദേഹത്തിന് അസാദോർ എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾക്കൊരു കയ്യടി കൊടുക്കുന്ന പതിവാണ്. അതായത് ഉംഗ്രാനപ്പലൂസോ ദെൽ അസാദോർ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ എൻകറേജ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട്. അതൊരു നല്ല രസമാണ് ശരിക്കും. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യുന്നത് സാധാരണ ഇച്ചിരി സാൾട്ട്, അതുപോലെ തന്നെ ചില ആളുകൾ പെപ്പർ ഉപയോഗിക്കുന്നത് കാണാം. ചില ആൾക്കാർ ഓൾറെഡി സാൾട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ, കാരണം അതാണ് അവരുടെ ഒരു ട്രഡീഷണൽ ശൈലി. പിന്നെ ഈ ഒരു അസാദ് കംപ്ലീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒരു വൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ സാലഡ്, എന്നാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പിന്നെ വൈൻ കൾച്ചറിന് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് മെൻഡോസ, സാൻ ഹുവാൻ എന്ന് പറഞ്ഞ പ്രൊവിൻസുകളുണ്ട്. അവിടെയാണ് മെയിനായിട്ട് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത്. നല്ല ക്വാളിറ്റി മാൽബക്ക്, ചെർദോനി എന്നൊക്കെ പറയുന്ന വൈനുകൾ നമ്മൾക്ക് അവിടെ കാണാൻ സാധിക്കാറുണ്ട്. അതുപോലെ അർജൻറ്റീനിയൻ ഫോൾക്ലോറും ടാങ്കോ, അത് ഞാൻ പിന്നീട് പറയാം. ഈ കുക്കിംഗ് സമയത്ത് ഈ ഫാമിലി ഗ്യാതറിങ്, ഫ്രണ്ട്സ് ഗ്യാതറിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കുറേ നല്ല കഥകളും സംഭാഷണങ്ങളൊക്കെ ആയിട്ട് അവരവിടെ ഭക്ഷണവും ചെറിയ സ്നാക്സോ ഫെറെന്ന് വെച്ചാൽ ഒരു ആൽക്കഹോളിക് ഡ്രിങ്കാണ്. പ്രൊവലേത്ത എന്നാണ് ഒരു ചീസുണ്ട്. ഈ പ്രൊവലേത്ത ചീസും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു ഗ്ലാസ് വൈനോ, ചില ആളുകൾ മാത്തേന്ന് പറഞ്ഞ ഒരു ഡ്രിങ്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ. മെസ്സി, മറഡോണയൊക്കെ അവരെയൊക്കെ അത് ഉപയോഗിച്ചിരുന്നു എല്ലാവരും. അത് അവിടുത്തെ ഒരു നോർമൽ നമ്മുടെ ഭക്ഷണം പോലെയുള്ള. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടിയുള്ള ഒരു ചെറിയൊരു സംഭാഷണമാണ് ഉണ്ടായത്. അദ്ദേഹം സ്പാനിഷിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതികൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അർജൻറ്റീനിയൻസ് പൊതുവേ സ്പാനിഷ് ആണ് സംസാരിക്കുന്നത്. അവർ നമ്മൾ അവരുടെ അടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ല ആളുകളാണ്, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് തോന്നിയത്. പച്ചയായ മനുഷ്യരെന്ന് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഒരു നല്ലൊരു സമയം ഞാൻ അർജൻറ്റീന ആൾക്കാരോട് തന്നെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവരോട് പറയാനുണ്ട്, ഒത്തിരി നന്ദി പറയാനുണ്ട് എനിക്ക് അവരോട്. അത്രയും നല്ല ആളുകളാണ്. ഞാൻ നിന്നതൊരു അർജൻറ്റീനിയൻ ഫാമിലിയുടെ കൂടെ തന്നെയായിരുന്നു. അവരാണെങ്കിലും വളരെ 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 സ്നേഹമുള്ളൊരു ഫാമിലി ആയിരുന്നു. അത് പിന്നീടുള്ള വീഡിയോയിൽ എനിക്ക് എന്തായാലും പറയണമെന്ന്. എത്രമാത്രം ഫാമിലി ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ ഫാമിലിയായിട്ട് എത്രമാത്രം മക്കളും അതുപോലെ തന്നെ ഭാര്യ, മക്കൾ, അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പൊക്കെ കാണുമ്പോൾ നമ്മളുടെ നാട്ടിലൊരു നല്ലൊരു സ്നേഹബന്ധമൊക്കെ ഉള്ള ആളുകളെ പോലെ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ അദ്ദേഹം കുക്കിംഗ് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് എടുക്കുന്നത് കാണാം നമുക്ക്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇൻഡസ്റ്റൈൻ്റെ ഒരു പോർഷനാണ്. ഇത് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചെറിയ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. വളരെ കെയർഫുള്ളായിട്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. വളരെ ഒരു അടുക്കും ചിട്ടയും അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അത് പറയാതെ വയ്യ. അർജൻറ്റീന എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ 7 വർഷത്തോളം എനിക്ക് അടുത്തെറിഞ്ഞതിൽ ഇത്ര നല്ല ഒരു കൺട്രി ശരിക്കും എനിക്ക് അവിടെ നിന്ന് പോരാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും പാൻഡമിക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടായി അവിടെ. സാധാരണ എന്ന് വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞില്ല 1952 വരെ വളരെ സാമ്പത്തിക പുരോഗതിയുള്ള ഒരു രാജ്യമായിരുന്നു. ആ രാജ്യത്തിൻ്റെ ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പോഴും ആ രാജ്യത്തിനെ വ്യത്യസ്തമാക്കുന്നത്. നമുക്കിപ്പോൾ ബ്യൂണസ് എയേഴ്സിനെ പറ്റി വീഡിയോ ഒക്കെ ചെയ്തേക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കണ്ടറിയാം അത് എത്ര ഒരു സാമ്പത്തികമായിട്ട് പുരോഗതിയിലിരിക്കുന്ന രാജ്യമാണ്. ഒരു പുവർ കൺട്രിയാണെന്ന് നമുക്കൊരിക്കലും അതിനെ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അത്രയും കാലത്തിന് മുമ്പ് തന്നെ അവർ അത്രയും നല്ലൊരു രീതിയിൽ അല്ലെങ്കിൽ ഒരു ഗവേൺസ് അല്ലെങ്കിൽ ഒരു ഭരണം അത്ര നല്ല രീതിയിലായിരുന്നു. ഒരു മുതലാളിത്ത രാഷ്ട്രം തന്നെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീട് മാറി വന്ന ഭരണാധിപർ അല്ലെങ്കിൽ ഭരണത്തിൽ സംഭവിച്ച പാളിച്ചകളൊക്കെയാണ് ആ രാജ്യത്തിന് അതേപോലെ ആക്കിയത്. എങ്കിൽ ഇപ്പോഴും നമുക്കതിൻ്റെ ഏറ്റവും നന്മകൾ കാണാനായിട്ട് സാധിക്കും. ഒത്തിരി നല്ല ഇതാണ് നമ്മുടെ ഫാമിലി. അവരുടെ എല്ലാ മക്കളും ഇല്ല, 2 മക്കളും അതുപോലെ തന്നെ അപ്പനും അമ്മയും പിന്നെ ഞാനുമാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ സാധോ കഴിക്കാനായിട്ട് പോയാണ്. നമ്മൾ കണ്ട പോലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഒത്തിരി പല കട്ടുകളിയെല്ലാം ബീഫിൻ്റെ പോർക്കിൻ്റെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ബണ്ണുണ്ട്, അതുതന്നെ സാലഡുണ്ട്, അതുതന്നെ ജ്യൂസാണ്. നമ്മൾ മാൽബക്കില്ല കേട്ടോ എന്ന്. സാധാരണ ഞങ്ങൾ മാൽബക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും വൈനുകൾ ഒക്കെ ഉണ്ടാകാറുണ്ട് സാധാരണ, പക്ഷേ ഇന്നെന്തോ ഉണ്ടായില്ല.
പിന്നെ എന്താ പറയുക, അതുപോലെ ഇതെൻ്റെ സീറ്റാണ്, ഞാൻ വന്നിരിക്കുന്നുള്ളൂ ഇപ്പോൾ. അത് തന്നെ ഫുൾ ഫാമിലി ഫോട്ടോയും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു മീറ്റിങ്ങിൻ്റെ ഒരു ഫോട്ടോ ആണിത് ഞാൻ പങ്കുവെക്കുന്നുണ്ട് ഇവിടെ. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ല കാറ്റൊക്കെ ആയിട്ട്, എന്താ പറയുക, മരങ്ങളും വളരെ പ്രകൃതി രമണീയമായിട്ട് അനുഗ്രഹീതമായിട്ടുള്ള തന്നെ ഒരു രാജ്യമാണ് കേട്ടോ ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് പോരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാനസികമായിട്ട് ഞാൻ അത്രമാത്രം ഇണങ്ങി ചേർന്ന രാജ്യമായിട്ട്. അത്രയും നല്ലൊരു ആളുകളും സ്നേഹമുള്ള ആളുകളൊക്കെ ആയിരുന്നു അവിടെ എനിക്ക്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊട്ടും മറക്കാനാവാത്ത അനുഭവങ്ങൾ തന്നെയായിരുന്നു അർജൻറ്റീനയിൽ. അപ്പോൾ എനിക്ക് ഒത്തിരി നല്ല വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. എൻ്റെ കുറച്ച് വീഡിയോസേ ഉള്ളൂ അവിടുത്തെ. അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു നല്ലൊരു ഭക്ഷണ കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ലാൻഡ് ഏരിയ തന്നെ വളരെ വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലമാണ് അർജൻറ്റീന. ഇന്ത്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമാണ് അർജൻറ്റീനയ്ക്ക്. അർജൻറ്റീനയുടെ വൈവിധ്യം പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ കൂടിയുണ്ട്. എനിക്ക് പല പല വീഡിയോസിൽ അത് അവതരിപ്പിക്കണമെന്ന് വളരെ വലിയൊരു ഒരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി നല്ല സുഹൃത്തുക്കൾ തന്ന രാജ്യമാണ്. ഞാൻ ഒത്തിരി ചാലഞ്ചുകളിലൂടെ മുന്നോട്ട് പോയി ഇവിടെ വരാനായിട്ട്. എടുത്തൊരു ചാലഞ്ച് എന്ന് പറയുന്നത് വളരെ 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 ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടൈം. എൻ്റെ മാസ്റ്റേഴ്സ് ഞാൻ ഇവിടെയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ബ്യൂണസ് എയർസിൽ വന്ന സമയത്ത് പുറത്തുനിന്ന് ആരും തന്നെ ഇല്ല ഇവിടെ. ഞാൻ ഇവിടെ കോളേജിൽ, ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ, ഇവിടുത്തെ വളരെ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുന്നവരെ ഞാൻ എടുത്തൊരു എഫർട്ട് അത് വളരെ ഇതായിരുന്നു. പക്ഷേ എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. ഒത്തിരി നല്ല ആളുകളിലായിട്ടുള്ള സൗഹൃദങ്ങളും, അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തെ പറ്റി എനിക്ക് അത്യാവശ്യം ഒരു നല്ലൊരു നോളജ് കിട്ടാനായിട്ട് സഹായിച്ചു. അതുപോലെ തന്നെ ഇവരുടെ വീക്കെൻഡിലൊക്കെ ഉള്ളവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ രസകരമാണ്. തന്നെ ഒരു കഫേ കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു രാജ്യം കൂടിയാണിത്. അതുതന്നെ സൗത്ത് അമേരിക്കയുടെ പാരീസ് എന്നറിയപ്പെടുന്ന ഒരു വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ബ്യൂണസ് എയർസ് പോലെ തന്നെ പല പല വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി നഗരങ്ങളുണ്ട് ഇവിടെ. കോർദോവ, അതുപോലെ തന്നെ ലാ പ്ലാത്ത, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഹുഹുയ്, സാൾത്ത, ഉർഷ്വായ, അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളുടെ ജീവിത രീതികളും, അതുപോലെ തന്നെ അവരുടെ ഒരു വളരെ സ്നേഹമുള്ള ആളുകളുടെ ഒരു സമൂഹമാണിത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കൂടി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷേ വീഡിയോ കുറച്ച് ലോങ് ആയിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാനത് വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടി നല്ല വീഡിയോസ്, കുറച്ചുകൂടി നല്ല ഇൻഫർമേഷൻസ് അറ്റ്ലീസ്റ്റ് എനിക്ക് പങ്കുവെക്കണമെന്നുണ്ട് അർജൻറ്റീനയെ പറ്റി. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അതിനനുസരിച്ച് നല്ല വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ തന്നെ ബൈ. വീണ്ടും കാണും വരെ.